ശമ്പളം കിട്ടിയെന്ന് വിചാരിക്കുക, കടലിൽ നിന്ന് മത്സ്യം കിട്ടിയെന്ന് വിചാരിക്കുക. രണ്ടും ഉടമസ്ഥൻ മരിച്ചിട്ട് വരുമ്പോൾ അള്ളാഹു വെച്ചതാ, മനുഷ്യന്മാർ കൊണ്ടുപോയിട്ടതല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ബോധ്യപ്പെടും ഇത് പടച്ച തമ്പുരാന്റെ ഇടപെടല. ജോലി ചെയ്യുമ്പോൾ ആ എംപ്ലോയർ എനിക്ക് ശമ്പളം തന്നപ്പോൾ എൻ്റെ റിസ്ക് അയാളല്ലേ തന്നത്, പടച്ചവനല്ലല്ലോ എന്ന് തോന്നണ്ട. എന്തേ? ആ മനുഷ്യന്റെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുത്തൊരു തോന്നലാണ് നിങ്ങളെ അവിടെ എംപ്ലോയി ചെയ്യാൻ തോന്നിയത്. ഇല്ലെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സ് വേറെ വന്നിരുന്നു, അവരൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ ജോലി കിട്ടിയില്ലേ? നിങ്ങൾക്കൊരാളെ ഭക്ഷണം കൊണ്ടു തന്നു, ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നണം നിങ്ങൾക്ക് ആ ഉപകാരം ചെയ്തു തരണം, അല്ലെങ്കിൽ നടക്കൂല. നിങ്ങൾക്കൊരു സൗഹൃദം വേണം, ആ മനുഷ്യന്റെ ഖൽബിൽ നിങ്ങളോടൊരു ഇഷ്ടം അള്ളാഹു ഇട്ടുകൊടുക്കണം, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭാവന തരണം, സ്വതക്ക തരണം, പടച്ചതമ്പുരാൻ അവരുടെ ഖൽബിൽ നിങ്ങളോട് ഒരു മഹബത്ത് അള്ളാഹ് ഇട്ട് കൊടുത്താലേ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് ആ മനുഷ്യരിലൂടെ വരുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെയൊക്കെ അടിസ്ഥാനം അതർഹിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഈ രണ്ട് വചനങ്ങൾ മക്കളെ നിങ്ങൾ മറക്കരുതേ. ആമുറുക ബിസിനതൈനി വഅൻഹാക ബിസിനതൈൻ, രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും രണ്ടെണ്ണം ചെയ്യരുത് എന്നും നിങ്ങളോട് പറയുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ആമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതൊന്ന് വിശദീകരിച്ചു നിബിതങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മുറുകെ പിടിക്കണമേ. ഫഇന്നഹാ സകാത്തുൽ ഖൽഖി വബിഹാ യുർസഖൂൻ. എല്ലാ ജീവികളുടെയും പുരോഗതി, അവരുടെ പരിശുദ്ധി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിലൂടെയാണ്. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് എന്ന് പറയുന്നതാണ് സൃഷ്ടികളുടെ പരിശുദ്ധി. നമ്മൾ പരിശുദ്ധരാകുന്നത് നമ്മുടെ സ്രഷ്ടാവ് പരിശുദ്ധനാണെന്ന് പറയുമ്പോഴാണ്. ഒരുത്തർ പറയില്ലേ, എനിക്ക് മന്ത്രിയുടെ നമ്പർ അറിയാം, MLA നമ്പർ അറിയാം, ഞാൻ വിളിച്ചാൽ മുമ്പ് ഇടപെടും. ചിലപ്പോൾ ഇടപെടുമായിരിക്കും, ചിലപ്പോൾ മന്ത്രിനെ എഴുതിച്ചിട്ടുണ്ടാവും എടുക്കരുത് എന്ന്, അങ്ങനത്തെ നമ്പർ ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും വീമ്പ് പറയും എനിക്ക് ഭയങ്കര ബന്ധാണ്. എന്താ പൊലിമ ആളുകൾക്കൊക്കെ. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു VIP തരം തോന്നണ്ടേ? ശരിക്ക് എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്, നിങ്ങളുടെ കൂടെ ഒരു MLA ഉണ്ട്, മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിമാനം. ഇവിടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ സകാത്തുൽ ഖൽഖ്, ഒരു കുറവില്ലാത്ത ആളാ എൻ്റെ റബ്ബ്. എന്നാ നിങ്ങളെ മന്ത്രി അടുത്ത ഇലക്ഷനിൽ തോറ്റാൽ പിന്നെ 5 കായിൻ്റെ വില കിട്ടുമോ? കിട്ടൂല. അത് ടെമ്പററിയാണ്, വളരെ താൽക്കാലികമാണ്. എന്നാലും നമ്മൾ എന്താ മേന്മ പറയല്? അല്ലാഹു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയുന്നത് സകാത്തുൽ ഖൽഖ്, സൃഷ്ടികളുടെ പരിശുദ്ധിയാണത്. നമുക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു മഹത്വം എൻ്റെ റബ്ബ് ഒരു ന്യൂനതയുമില്ലാത്തവനാണ് എന്ന് പറയുന്നിടത്താണ്. വബിഹാ യുർസഖൂൻ, സൃഷ്ടികൾക്ക് മുഴുവനും ഭക്ഷണം നൽകപ്പെടുന്നതും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ആ ഒരു ദിക്റിന്റെ പൊരുൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്. അപ്പൊ കടലിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യണം? ധാരാളം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മാപ്പിള കലാസികൾ ഈ ജാലിയത്താരൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? പഴയ കാലത്ത് ബസ് മറിഞ്ഞാലൊക്കെ കയറിട്ട് പൊന്തിക്കാൻ മാപ്പിള കലാസികൾ വന്നിരുന്നു. അവർക്ക് ചില ദിക്റൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. ഇപ്പം ഇല്ലേ അവരൊക്കെ? ആ ഒരു തലമുറ ഉണ്ടോ? മാഷാ ഉണ്ടോ? ദിക്റുകൾ ചൊല്ലിയിട്ട് ഭാരം ചുമക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, അതൊക്കെ വലിയൊരു മനോഹരമല്ലേ? വബിഹാ യുർസഖൂൻ, മക്കളെ നിങ്ങൾ അറിയണമേ, നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലും അതിൻ്റെ വലിയൊരു കാരണം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വബിഹംദിഹി, അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ റിസ്ക് കിട്ടുള്ളൂ എന്നാ. എന്നല്ലാതെ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാതെ അറിയാതിരുന്നാൽ അതിൻ്റെ ആ ഒരു സത്ത കിട്ടാൽ ഭൂമിക്കുള്ളിൽ വെച്ചാൽ ഇത്ര നാൾ ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ആറ്റിക്കുറുക്കിയെടുത്ത ഔഷധമായിരുന്നു കുടിച്ചിരുന്നത് എന്ന് കുടിക്കുമ്പോൾ ബോധമല്ലെങ്കിൽ ആ മനുഷ്യനത് ആസ്വദിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ നടന്നാൽ ആ ദിക്റിന്റെ പൊരുൾ നമുക്ക് ലഭിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്
അല്ലാഹ് ഈസ് ട്രാൻസെൻഡന്റ്. അല്ലാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. വബിഹംദിഹി all praises are due to Allah. എല്ലാ പ്രകീർത്തനങ്ങളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യരോട് നന്ദി പറയണം എന്ന് വിചാരിച്ച് ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹിനോട് നന്ദി പറയും പോയിക്കോ, അങ്ങനെയല്ല. അയാളോട് നന്ദി പറയണം. കാരണം മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങളോട് നന്ദി പറയാതിരുന്നാൽ അള്ളാഹുവിനോട് നന്ദി പറയൽ ശരിയാവില്ല. അള്ളാഹുവിനോട് നന്ദി പറയുന്നതോടൊപ്പം മനുഷ്യരോട് നിങ്ങൾ നന്ദി പറയണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നന്ദി നിങ്ങളുടെ മനസ്സിലുണ്ട്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഈ ഈമാനോടുകൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വബിഹാ യുർസഖൂൻ, ആ ഈമാൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് എന്ന് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. എല്ലാ ജീവജാലങ്ങളും സർവചരാചരങ്ങളും, ചരങ്ങളും അചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതും, കല്ലും മണ്ണും തെങ്ങും ഒക്കെ, ഈ തെങ്ങിൻ തോപ്പിലെ തെങ്ങിൻ്റെ മട്ടലുകളും ഇവിടുത്തെ പുല്ലും ഇവിടുത്തെ മണൽത്തരികളടക്കം ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയുകയും സുബ്ഹാനല്ലാ പറയുകയും ചെയ്യാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല. അപ്പൊ അതെന്താ നമ്മൾ കേൾക്കുന്നില്ലല്ലോ? വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രം, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയാൻ എല്ലാം ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലയും. അതുകൊണ്ട് നൂഹ് നബി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മുറുകെ പിടിക്കണേ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കണേ. രണ്ടെണ്ണമാ പറഞ്ഞു കൊടുത്തു. ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. വൻഹാക അനിസ്നതൈൻ, മോനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഒന്ന് അനിശ്ശിർക്ക്, അള്ളാഹുവിന്റെ പരമമായ അധികാരം മറ്റാർക്കും പകുത്തു കൊടുക്കരുത്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉകളുടെ മഅനകൾ, അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതുപോലെ ഒരാളും അർഹിക്കുന്നില്ല റബ്ബല്ലാതെ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. പക്ഷെ അറിവുള്ള ആലിമീങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഇൽമിന് പോലെയല്ല ആലിമീങ്ങളുടെ ഇൽമ്, അല്ലേ? വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹുവിന്റെ ദാത്തിന്റെ ഭാഗമാണ്, അസലിയാണ്. നമ്മുടേത് മുക്തസബാണ് എന്ന് പറയും, നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാ. അള്ളാഹുവിന് ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് ശിർക്ക് ചെയ്യരുതേ, ബഹുദൈവ ആരാധന ചെയ്യരുത് മോനെ, ബഹുദൈവ ആരാധന ചെയ്യരുത്. പിന്നെ പറഞ്ഞു അനിൽ കിബിരി, അഹങ്കാരവും പാടില്ല മോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. നല്ല വസ്ത്രം ഇടുക, നല്ല ചെരുപ്പ് ധരിക്കുക, ബ്രാൻഡ് സാധനം വാങ്ങിക്കുക, അതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോ എന്നൊരാൾക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഈ ഹദീസിലുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു ആറ്റത്തിന്റെ അത്ര, ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്ത സാധനം, അത്ര ചെറിയ അഹങ്കാരം ഒരു മനുഷ്യന്റെ ഖൽബിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖാലൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുന്നത് അഹദുനാ യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന, നല്ല വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്, മുന്തിയ വസ്ത്രങ്ങൾ. വനഅലുഹു ഹസന, നല്ല ചെരുപ്പുകൾ ധരിക്കുന്നവരാണ് ഞങ്ങൾ. നല്ല വസ്ത്രവും നല്ല ചെരുപ്പും, അതിനോട് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചോളൂ. ഈ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നബിയെ, അതാണോ അഹങ്കാരം എന്നുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പൊ നബി തങ്ങളുടെ മറുപടി, ഇത് അഹങ്കാരമല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ,
അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യം അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ താടിമുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടു നടക്കുക, തലമുടി എണ്ണ തേക്കുക, നെയിലൊക്കെ ഒന്ന് ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക. ഇങ്ങനെ പൂച്ചകളെ പോലെ നെയിൽ വളർത്തി നടക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഖം മുറിക്കൽ പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ച ഫിത്രത്തിൽപ്പെട്ടതാണെന്നാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ അൺവാണ്ടഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുക, ഇതൊക്കെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു പോയ സംഗതികളാണ്. വൃത്തിയായി കൊണ്ടു നടക്കലും ഭംഗിയാവലും, നല്ല വസ്ത്രം, നല്ല ഭംഗിയുള്ളത് വസ്ത്രം, അതിൻ്റെ അലങ്കാരം, അതിന് യാതൊരു വിരോധവും ഇല്ലെന്നാണ്. പിന്നെ എന്താ പ്രശ്നം? ഫഖർ വരരുത്. ഞാൻ മുന്തിയ ആളാണ്, എൻ്റെ അടുത്ത് ബ്രാൻഡുകളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നല്ലത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അഹങ്കാരം തോന്നരുത്. ഇത്രയേ അതിൽ വിഷയമുള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല അഹങ്കാരം. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഭംഗിയാവുന്നത് ഒന്നും അള്ളാഹുവിന് പ്രശ്നമല്ല. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താവരുത്, പുറത്തേക്ക് അന്യ ആളുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്യ ആളുകൾക്കിടയിൽ ഇടപഴകുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. നിങ്ങളുടെ ഭംഗി അത് സൂക്ഷിക്കാനുള്ളതാണ്. നിബിധങ്ങൾ പറഞ്ഞു, അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ അഹങ്കാരം. ബതറുൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടിട്ട് സത്യം അംഗീകരിക്കാതിരിക്കലാണ്. വഗംതുന്നാസ്, ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കലുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക, ജനങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറുക, സത്യം ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാതിരിക്കുക, ഈ സ്വഭാവം നിഷിദ്ധമാണ്. എന്നല്ലാതെ വസ്ത്രം നന്നാവലോ ചെരുപ്പ് നന്നാവലോ അഹങ്കാരമല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ടായിക്കോട്ടെ, പക്ഷേ അതുകൊണ്ട് അഹങ്കാരം തോന്നരുത്. നൂഹ് അലൈഹിസ്സലാം മകനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ രണ്ടെണ്ണം. ഒന്ന്, അല്ലാഹുവേതര ഒരു ദൈവത്തെയും ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ, അതാർക്കും അള്ളാഹുവിനല്ലാതെ റബ്ബിൻ്റേത് മറ്റൊരാൾക്ക് ചാർത്തിക്കൊടുക്കാൻ പാടുള്ളതല്ലാതെ ശിർക്കാണ്, അള്ളാഹു ഇഷ്ടപ്പെടില്ല. പിന്നെ പറഞ്ഞു, നിങ്ങൾ അഹങ്കാരം കൊണ്ട് നടക്കരുത്, സത്യം ബോധ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഇങ്ങനെ മരണാസന്നരായ നബി നൂഹ് അലൈഹിസ്സലാം മക്കളോട് സതുപദേശം നൽകുന്നു. കാരണം മരണമെന്നത് യാഥാർത്ഥ്യം അല്ലാഹു വെളിവാക്കി തരുന്ന സമയമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅകൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വയസ്സുള്ളപ്പോഴാണ് വസിയത്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. 200ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താകുന്നത്. ഇബ്രാഹിം നബി കിടക്കുന്നത്, വിശ്രമിക്കുന്നത്, മഹാനോടെ ഖബറുള്ളത് ഫലസ്തീനിലാണ്, നമ്മുടെ ഖലീലിലാണ്, ഹിബ്രോൺ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് തന്നെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും. യാക്കൂബ് നബി ഇബ്രാഹിം നബിയും, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബീന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് ഖുർആൻ വിളിക്കുന്നത് യാക്കൂബ് നബിന്റെ മക്കളെ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ ലോകത്ത് വന്നവരെ എന്ന് പഠിപ്പിക്കാനാണ്. യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു, യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് പടച്ചവനെ മനസ്സിലാക്കാനും ആരാധിക്കാനുമുള്ള ഒരു ദീൻ, വിശുദ്ധ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്ന നേരം മുസ്ലിമായിട്ട് മരിക്കണം, യുക്തിവാദിയായിട്ട് മരിക്കരുത്, നിരീശ്വരവാദിയായി പോകരുത് എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളെ ഉപദേശിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം മരണസമയത്താണ് യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അല്ലാഹു തആല ആ മരണം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത വസിയത്തുകളുണ്ട്. തങ്ങൾ വഫാത്താകാനുള്ള ആ അടുത്ത സമയം തങ്ങൾ ചെയ്ത ചില വസിയത്തുകളുണ്ട്. ഒരുപാട് വസിയത്തുകളുണ്ട്. അതിൽ വളരെ പ്രസക്തമായത് മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. ഹബീബായ നബി തങ്ങൾ പറയുകയായിരുന്നു, അള്ളാഹുവിന്റെ സന്ദേശം ലോകത്തിന് കൈമാറാൻ വന്ന അന്ത്യപ്രവാചകരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതീർത്തുമ്പോൾ, പുനർനിർമ്മാണം നടത്തുമ്പോൾ, പണിതത് ആദം നബിയാണ്, പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ പുനരുദ്ധാരണം നടക്കുമ്പോൾ അതാണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്. കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിന്റെ മേലോട്ട് ഇബ്രാഹിം നബി എടുത്തു പണിയുമ്പോൾ, അപ്പൊ അസ്ഥിവാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അത് നഷ്ടപ്പെട്ടതാണ് അതിന്റെ ചുമരുകളൊക്കെ. ആ ഫൗണ്ടേഷനിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാല ഉയർത്തുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ ആരുണ്ടാക്കി? നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മഅൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകളോടുകൂടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭവനം ഉണ്ടാക്കിയത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ കഅബാലയം ബഹുദൈവ ആരാധനയുടെ മേഖലയായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പുണ്യനബി തങ്ങൾ വളരെ വിഷമിച്ചു. കാരണം അവിടുത്തെ വല്ലിപ്പ ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടിയാണ്, ബഹുദൈവങ്ങളെ ആരാധിക്കാനല്ല. ആ വിഷമത്തോടുകൂടെ കഅബാലയത്തിന്റെ മുമ്പിൽ 360 ബിംബങ്ങൾ പൂജിക്കപ്പെടുന്ന മക്കയിലെ ആ ഒരു ചുറ്റുപാടിൽ നിബിതങ്ങൾ മാനസികമായ പ്രയാസം അനുഭവിച്ചപ്പോഴാണ് ഹിറാ ഗുഹയിൽ പോകാൻ തുടങ്ങിയത്. ഹിറാ ഗുഹയിൽ പോകുന്നത് കഅബാലയത്തിന് മുമ്പിൽ നടക്കുന്ന ഈ പരിപാടി കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. തങ്ങൾക്ക് എതിർക്കാൻ പറ്റിയില്ല. ജനങ്ങളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അദൃശ്യനാണ്, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. എന്നാൽ നാളെ അള്ളാഹു കാണിച്ചു തരും. നമ്മുടെ കണ്ണെന്ന ചെറിയ ഈ സാധനത്തോളം അള്ളാഹു ചെറുതാവണം എന്ന് റബ്ബിനെ കുറിച്ച് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലാണ്. നമ്മുടെ എനിക്ക് അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞ് എന്താ നീ എന്ന് പറയുന്നത്? ചെറിയൊരു മനുഷ്യനല്ലേ? നിന്റെ 2 കണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ 2 ഐബോൾ. ഈ കണ്ണിന്റെ മുമ്പിൽ കാണാൻ മാത്രം ഈ കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികളെ പടച്ച തമ്പുരാൻ നിന്റെ മുമ്പിലേക്ക് ചെറുതായി വരണം എന്നാണോ നീ പറഞ്ഞതിനർത്ഥം? നിന്റെ കണ്ണുകൊണ്ട് കാണുന്നു. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ എത്ര ഗാലക്സികൾ കാണാൻ പറ്റും? ഒന്നുപോലും മുഴുവൻ കാണാൻ പറ്റില്ല. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ പടച്ചോനെ നീ ചെറുതായി കാണാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാമിനോട് ലൻ തറാനീ, എന്നെ കാണാൻ കഴിയില്ല മൂസ നബിയെ. എങ്ങനെ? ഐ ഫി ദുനിയ, ഈ ദുനിയാവിൽ കാണാൻ കഴിയില്ല, നാളെ പരലോകത്ത് കാണും. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് മനം നൊന്തുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. ഇബാദത്ത് 15 വർഷത്തോളം നബി തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ട്. കഅബാലയത്തിന്റെ രൂപം ഇങ്ങനെ കാണാൻ പറ്റും ഹിറാ ഗുഹയിൽ ചെന്നാൽ. ഹിറാ ഗുഹയുടെ ഏറ്റവും മുകളിൽ നബി തങ്ങൾക്ക് വഹി ഇറങ്ങിയ ഹിറാ ഗുഹ. അവിടെ പോയവരുണ്ടെന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, ചാലിയത്തേരല്ലേ, ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, മാഷാ. നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവാ? അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ പാറൻ്റെ ഇടയിലൂടെ ഇപ്പോൾ ക്ലോക്ക് ടവർ കാണുന്നുണ്ട്. ഞാനും കണ്ടു. മുമ്പ് കഅബാലയം കാണും. അവിടെ ഇങ്ങനെ ഇരുന്നാൽ നേരെ നോക്കിയാൽ കഅബാലയം കാണും. ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് കഅബാലയം നോക്കി നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് ഇബാദത്ത് ചെയ്യാൻ പ്രയാസം, കാരണം ചുറ്റും ബിംബങ്ങളാണ്. ഞങ്ങൾ വളരെ വേദനിച്ചിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ ഏകനായ അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്നു മാത്രമാണ്, അത് വിവിധങ്ങളായി നിങ്ങൾ പേരിട്ട് വിളിക്കുകയാണ്, അത് ഒന്നാണ് എന്ന് മഹർഷിമാരും മുനിമാരും പഠിപ്പിച്ചു പോയ യാഥാർത്ഥ്യം അമ്പിയാക്കന്മാരുടെ വഹയായിരുന്നു അത്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം പരിപൂർണമാവുകയും ജസീറത്തുൽ അറബിൽ ഹബീബായ നബി തങ്ങളുടെ ദീൻ പ്രചരിക്കുകയും പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാ,
ലോകത്തോട് പുണ്യനബി യാത്ര ചോദിച്ച അവസാനത്തെ പ്രഭാഷണം. ആ സന്ദർഭത്തിൽ ഹബീബായ നബി ഞങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി തന്നിരിക്കുന്നു. ഇസ്ലാം പരിപൂർണമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ കംപ്ലീറ്റഡ് ആണ്. പിന്നെ അതിന് ഓരോന്നും ബന്ധപ്പെട്ട മസലകൾ ലോകം അവസാനം വരെ പുതിയ പുതിയ വിഷയങ്ങൾ വരും. അതിനൊക്കെയുള്ള പരിഹാരം ഈ ദീനിൽ ഇപ്പുണ്ട്. അതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയിരിക്കുന്നു. ഹജ്ജത്തുൽ വിദാ ദുൽഹിജ്ജയാണ്. അത് കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്താകുന്നു. 2.25 മാസമേ പിന്നെ അത് ഹജ്ജ് കഴിഞ്ഞ് 2-3 മാസം അത്രയും നിബിധങ്ങൾ ജീവിച്ചുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു ഇസ്ലാം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന ആ ഒരു പ്രസ്ഥാനമേ ഇസ്ലാം മാത്രമേ ജസീറത്തുൽ അറബിൽ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വസിയത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട് ഇസ്ലാമിൻ്റെയും ദീനിൻ്റെയും പേരിലാണ് അറിയപ്പെടേണ്ടത്. ഹബീബിൻ്റെ വസിയത്താണ് ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. അതുമാത്രമല്ല, ഇസ്ലാമിൻ്റെ ആരംഭം അവിടെയാണ്, അതിൻ്റെ വളർച്ചയും അവിടെയാണ്. മക്കയിൽ നിന്ന് ആരംഭിച്ച് മദീനയിൽ നിന്ന് വളർന്ന് ഇനി ലോകാവസാനമാകുമ്പോൾ ദീനിൻ്റെ അടയാളങ്ങൾ ലോകത്തുനിന്ന് തേഞ്ഞുമാഞ്ഞ് ഇല്ലാതെയായി മക്കയിലും മദീനത്തേക്കും മാത്രം ദീൻ ഒതുങ്ങുന്ന സമയം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നദ്ദീന ലയരിസു ബൈനൽ മസ്ജിദൈൻ കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. വേറെയും റിവായത്തുകളുണ്ട്. തരിസു ഇലൽ മദീന, മദീനയിലേക്ക് ദീൻ ഒതുങ്ങി വരും എന്നുമുണ്ട്. ഈ 2 മസ്ജിദുകൾക്കിടയിൽ, അതായത് മസ്ജിദുൻ നബവിയും അൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദ്, കഅബാലയത്തിന് ചുറ്റുമുള്ള പള്ളി, ആ 2 പള്ളികൾക്കിടയിലേക്ക് ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് തിരിച്ചെത്തുന്ന പോലെ ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് ആ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന വിശുദ്ധമായ വെളിച്ചം ഇനി മക്കയിലേക്ക് മദീനത്തേക്ക് ചുരുങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബിൽ നിന്നാണത്രേ മസീഹുദ് ദജ്ജാൽ വരുന്നത്. ഇന്നഹു റജുലുൻ മിൻ അഹ്ലി ഹാദിഹിൽ ജസീറ, ഈ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡ, അറേബ്യൻ പെനിൻസുല, ആ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ്, ഇന്നൽ മസീഹുദ് ദജ്ജാൽ അന്നൽ മസീഹുദ് ദജ്ജാൽ യദ്ഖുലു കുല്ല ബലദിൻ ഇല്ലാ മക്കത വൽ മദീന, മക്കയിലേക്കും മദീനയിലേക്കും ഒഴികെ ലോകത്തിന്റെ എല്ലാ നഗരങ്ങളിലേക്കും മസീഹുദ് ദജ്ജാൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ അരികത്തേക്ക് അവൻ എത്തുമ്പോൾ ജലസ ഫീ ബഅൽ സിബാഖി ഫർതജ്ജത്തിൽ മദീന, മദീനയുടെ അരികത്തേക്ക് എത്തുന്ന പരിസരങ്ങളിൽ അവൻ വന്നിരിക്കുമ്പോഴേക്കും മദീനയിലൊരു ഭൂകമ്പം ഉണ്ടാകും. ഔ റജഫത് സലാസ റജഫാത്തിൻ, 3 ഭൂകമ്പങ്ങൾ മദീനയിൽ ഉണ്ടാകും. അപ്പോഴേക്കും മദീന അപകടമാണ്, മദീനയിൽ ഭൂകമ്പമാണ് എന്ന് പറഞ്ഞ് മദീനയിലെ എല്ലാ മുനാഫിക്കുകളും വിശ്വാസിനികൾ കപടന്മാരായവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് ഓടും. ഫഖറജ ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. അങ്ങനെയാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. ആ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത് ജസീറത്തുൽ അറബിലെ മദീനയിലെ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നാസു യുഫ്തനൂൻ, ജനങ്ങൾക്ക് അല്ലാഹു വലിയ പരീക്ഷണം നൽകും മസീഹുദ് ദജ്ജാലിലൂടെ.
فيخرج إليه شاب من المدينة هو خير أهل الأرض يومئذ. മദീനയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മസീഹു ദജ്ജാലിനെ നേരിടാൻ മുന്നോട്ട് വരും. ഹുവ ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ. ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും അയാൾ. മസീഹു ദജ്ജാലിനെ കൊല ചെയ്യുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. പക്ഷേ മസീഹു ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത്, ആദ്യമായി പരാജയപ്പെടുത്തുന്നത് മദീനയിലെ ഒരു യുവാവായിരിക്കും. ആ യുവാവ് അന്നത്തെ ഏറ്റവും നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ വഖഫ അമാമൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ, ഭയങ്കര ഫിത്തനയാണ് മസീഹു ദജ്ജാൽ. ലോകത്ത് ഇതുവരേക്കും ഇത്ര വലിയൊരു ഫിത്തന ലോകത്ത് നടന്നിട്ടില്ല എന്നാണ്. കാരണം മഴ പെയ്യട്ടെ എന്നങ്ങ് പറഞ്ഞാൽ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും ചെയ്യും. സ്വർണവും ഖനികളും ഭൂമിനുള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വരും. ഇപ്പോൾ പെട്രോളും ഡീസലൊക്കെ വരട്ടെ എന്നൊക്കെ വന്ന് പറയും. ചിലപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവൻ പറയും, ഞാൻ പടച്ചവനാണെന്ന് വിശ്വസിക്കണേ എന്ന് പറയും. മാജിക് കണ്ട് വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ പോകും. അതുകൊണ്ടാണ് ഇസ്ലാം മാജിക് കൊണ്ടല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് അറിവും ജ്ഞാനവും കൊണ്ടാണ്. അത്ഭുതങ്ങൾ പലർക്കും ചെയ്യാൻ പറ്റും. മുസ്ലിമീങ്ങൾക്ക് ചെയ്യും, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ചെയ്യും, പിശാചിൻ്റെ സഹായം കൊണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്ഭുതം കാണുമ്പോൾ പിന്നാലെ ഓടരുത് എന്നാണ്. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ പിശാചിനും കാണിക്കാൻ പറ്റും. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, അതാണ് നമ്മുടെ പിടിക്കയർ. ഇസ്ലാം ശരീഅത്ത് മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂ, ശരിയായ ദീൻ അറിയാൻ പറ്റൂ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്നാണ്. സ്വാലിഹീങ്ങളും ആലിഫീങ്ങളും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും കറാമത്തുകൾ കാണിക്കും, അത് സത്യമാണ്, അതിൻ്റെ പിറകെ കൂടണം. പക്ഷേ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണിക്കുന്നത് അതൊരു പക്ഷേ ഇസ്തിദ്റാജ്. മഹാന്മാർ പറഞ്ഞു അതിൻ്റെ പേര് ഇസ്തിദ്റാജ്. എന്താണ്? ചൂണ്ടൽ പ്രയോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരയിട്ട് കൊടുക്കാൻ ചില ആളുകളെ പിടിക്കാൻ. മസീഹു ദജ്ജാൽ അത് ചെയ്യും, അപ്പോൾ ആളുകൾ പിന്നാലെ കൂടും. ഈ മനുഷ്യൻ മസീഹു ദജ്ജാലിന് മുമ്പിൽ നിൽക്കുമ്പോൾ, അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ അഖ്ബറനാ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് താക്കീത് ചെയ്ത മസീഹു ദജ്ജാലാണ് നീ എന്ന് ആ ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് പറയും, നീ മസീഹു ദജ്ജാലാണ്. മസീഹു ദജ്ജാൽ ഭയങ്കര ഹൈറ്റുള്ളൊരു മനുഷ്യനാണെന്നാണ്. ഒരു കണ്ണ്, വലത്തെ കണ്ണ് തീരെ ഇല്ല, കണ്ണിൻ്റെ കുഴി പോലും ഇല്ല, ഐ ക്യാവിറ്റി ഇല്ല. അതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ കവിള് പൊങ്ങിപ്പോയ പോലെ തോന്നുള്ളൂ. ഒരു കണ്ണുണ്ട്, ഇടത്തേത്, അതാണെങ്കിലോ മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണാണ്. തീർച്ചയായും അള്ളാഹു ഒരു ന്യൂനതയും ഉള്ളവനല്ല. അതുകൊണ്ട് മസീഹു ദജ്ജാൽ അള്ളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.